വന്നു മക്കളെ വന്നു. നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വന്നു. ആരാന്നറിയണ്ടേ? പ്രഹ്ലാദ് ജോഷി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാന് പകരം പ്രഹ്ലാദ് ജോഷി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി ഇന്ന് തന്നെ ചുമതലയേറ്റേക്കും. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള നിയമ ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങളാകും ആദ്യ നടപടികൾ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റിക്രൂട്ട്മെന്റ് നടപടികളും വേഗത്തിലാക്കും. NTA ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട നടപടിയുടെ കൂടുതൽ വിവരങ്ങളും പുറത്തുവിട്ടേക്കും. 35 ദിവസത്തെ CJP പ്രക്ഷോഭത്തിനൊടുവിലാണ് ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. സജോ ദേവസ്യ തുടരുന്നുണ്ട്. സജോ, ഇന്നലെ ഈ രാജിയാണ് പ്രധാനപ്പെട്ട ആവശ്യമുണ്ടായിരുന്നത്. അതോടുൾപ്പെടെ സമരക്കാരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ ഗത്യന്തരമില്ലാതെ വഴങ്ങുന്നത് നമ്മൾ കണ്ടു. എന്തായാലും ഇനി ഉള്ള നീക്കം, അതായത് മന്ത്രി രാജിവെച്ചു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, പകരം പ്രഹ്ലാദ് ജോഷി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാകുന്നു. പക്ഷേ അപ്പോഴും ചില വിമർശനങ്ങളൊക്കെ ഉയർന്നുണ്ട്. ഇപ്പോൾ ഒരാൾ മാറി മറ്റൊരാൾ വന്നാൽ പോലും എങ്ങനെയായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ എന്നാണ് കണ്ടറിയേണ്ടത്. അതിൽ തന്നെ നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായിട്ടുള്ള ആളാണ് പ്രഹ്ലാദ് ജോഷി. അദ്ദേഹം വരുമ്പോൾ ഇനി എന്തായിരിക്കും നീക്കം? കാരണം ഇതുവരെ കണ്ടതുപോലെ എല്ലാ കാര്യങ്ങൾ എന്നുള്ളത് കേന്ദ്രത്തിന് നന്നായി. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ അധിക ചുമതല. നിലവിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ്. കടുത്ത RSSകാരനായ ഒരു വ്യക്തി കൂടിയാണ് പ്രഹ്ലാദ് ജോഷി എന്ന് പറയാതെ വരികയാമല്ല. 1994 ഹുബ്ലി ഈദ് മൈതാനത്ത് ദേശീയ പതാക, കാവി പതാക ഉയർത്തുന്ന പ്രക്ഷോഭം നയിച്ചാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള പടിയിറക്കം. അന്ന് 2004 മുതൽ അന്ന് മുതൽ ധാർവാഡിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് പ്രഹ്ലാദ് ജോഷി. പാർലമെന്റ് കാര്യ മന്ത്രി കൂടിയാണ്. വളരെ അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. നയതന്ത്രജ്ഞൻ കൂടിയാണ്. വളരെ വലിയ കർണാടക BJP അധ്യക്ഷനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മെയ്വഴക്കമാണ് BJPയിലെ പൊട്ടിത്തെറിയൊക്കെ മാറ്റി നിർത്തിയത്. അത്രത്തോളം RSSുമായി അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രഹ്ലാദ് ജോഷിയുടേത്. പ്രഹ്ലാദ് ജോഷിജി എങ്ങനെയുള്ള ആളാണ്, ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇനി എന്തൊക്കെ ചോർച്ച വരുത്തുമോ അതോ ചോർച്ചയൊന്നും വരത്തില്ലയോ എല്ലാം കണ്ടറിയാൻ പറ്റും. ഇനിയും കുട്ടികൾക്ക് അടികൊള്ളേണ്ടി വരുമോ, സമരങ്ങൾ ഉണ്ടാക്കേണ്ടി വരുമോ, അതോ എക്സാം എഴുതി സന്തോഷിക്കാമോ ഒന്നും അറിയത്തില്ല. എന്തായാലും വരുന്ന ആളുകളിൽ നമുക്ക് അറിയാൻ പറ്റും പ്രഹ്ലാദ് ജോഷി എത്രമാത്രം നല്ലതല്ലേ എന്ന്. കാത്തിരുന്ന് കാണാം നമുക്ക്.